എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പടു എന്ന ഈ ചിത്രത്തിലെ പാട്ടുകൾ ഇപ്പോൾ നമ്മളെല്ലാവരും കേട്ടു. എല്ലാം നല്ല മെലഡി. ഇപ്പം നമ്മൾ അടുത്ത കാലത്ത് കുറച്ച് എന്താ പറയുക, കൂടുതലും മെലഡി കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ഈ ഒരു പാട്ടുകൾ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. അദ്ദേഹത്തിന് എൻ്റെ സൈഗാളിന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ എഴുതിയത് മുരളി നീലാംബരി, അദ്ദേഹത്തിനും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പറഞ്ഞ മാതിരി ടി.ജി. രവി സാറുമായിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് അവസാനം എഴുതിയ ഒരു പാട്ട്, അത് ഞാൻ പാടണം എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ എൻ്റെ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് അത് പാടുമ്പോൾ ശ്രീജിത്ത് ഉണ്ടായിരുന്നു കൂടെ. ത്രൂ ഔട്ട് കരഞ്ഞുകൊണ്ടിരുന്നത് ഇന്നും എൻ്റെ കണ്ണിലുണ്ട്. അമ്മയുടെ അവസാനത്തെ പാട്ടുണ്ട്, അത് മരണത്തെക്കുറിച്ചിട്ടുള്ളൊരു പാട്ടായിരുന്നു. അതിപ്പോഴും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയായിട്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് ചെയ്യുന്നൊരു മൂവിയിൽ പാടാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. നല്ലൊരു പാട്ട് എല്ലാവരിലും എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ സൈഗളിനെ കുറിച്ച് രണ്ട് വാക്ക്. ഞാൻ അദ്ദേഹത്തെ ആദ്യം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത്, എനിക്ക് നല്ല പരിചയമുള്ളൊരു സംഗീത സംവിധായകൻ്റെ ഛായ ഉണ്ടെന്നാണ്. നമ്മുടെ തമിഴിലെ ദേവാസാറിനെ കണ്ടിട്ടില്ലേ എല്ലാവരും? ദേവാസാറിൻ്റെ ഛായ തോന്നിയോ? അപ്പോൾ അതിനകത്ത് അദ്ദേഹം പാടി അഭിനയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ വരട്ടെ, സക്സസ്ഫുൾ ആവട്ടെ. വടു വന്ന ഈ മൂവി ഒരു വമ്പിച്ച വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ബെസ്റ്റ് വിഷസ്. ഈ ഒരു പരിപാടി വളരെ മനോഹരമാക്കാൻ വേണ്ടി നമ്മളുടെ കൂടെ നിന്ന ചിത്ര ചേച്ചി, അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരും, അതിനൊപ്പം ഈ ഒരു പരിപാടി ഇത്രയും മനോഹരമാക്കാൻ വേണ്ടി നമുക്ക് എല്ലാ പിന്തുണയും നൽകിയ ചവറ കൾച്ചർ സെൻ്റർ, ഈ ഒരു സ്പേസ് നമുക്ക് തന്നിട്ടുള്ളത് ചവറ കൾച്ചർ സെൻ്ററാണ്. അതുപോലെ തന്നെ നമ്മളെ ഈ ഇവൻറ്റിനെ മനോഹരമാക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഡോക്ടർ ഗോകുലൻ സാർ, എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, അപ്പം എന്തായാലും കൂടുതൽ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നൊന്നുമില്ല. ഒരു മികച്ച സിനിമ എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുകയാണ്. സിനിമ 2 മാസത്തിനുള്ളിൽ അത് തിയേറ്ററിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള തുടർ സമയങ്ങളിലും തിയേറ്ററിലും ഒക്കെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവരോടും സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. ഓരോരുത്തരെയും പേരെടുത്തൊന്നും സൂചിപ്പിക്കുന്നില്ല. എല്ലാവരോടും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. ജീവിതത്തിൽ ഒരു കലാകാരന്മാരുടെ ഒരു വലിയൊരു ആഗ്രഹമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു സിനിമ സംഗീതത്തിലേക്ക് എത്തുക എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ആ നിമിഷം ഒരു പൂർത്തീകരിച്ച ഒരു സമയമാണ്. അതിലെൻ്റെ ജീവിതത്തിൽ എന്നെ ഈ വഴിയിലേക്ക് എത്തിച്ച 3 പേര് ഈ സ്റ്റേജിലുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എൻ്റെ. കാരണം ആദ്യമായിട്ട് എനിക്കൊരു സംഗീതത്തിലേക്ക് എനിക്ക് വഴി തുറന്നു തന്ന ശ്രീ സെബാസ്റ്റ്യൻ ഇരിപ്പുണ്ട്. ഈ സിനിമയിലേക്ക് എനിക്കൊരു വഴി തുറന്നു തന്ന മുരളീച്ചേട്ടൻ എൻ്റെ അടുത്തിരിപ്പുണ്ട്. ഒരുപാട് പാട്ടുകൾ ചെയ്ത ശ്രീ ഗോവിന്ദ്ജി ഇരിപ്പുണ്ട്. എല്ലാ വ്യക്തികളുടെയും മുമ്പിൽ വെച്ച് ഈ ഒരു വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് വലിയൊരു കാര്യമാണ്. കൂടാതെ ചിത്രചേച്ചി ഇപ്പം എന്നോട് പറഞ്ഞ പോലെ തന്നെ മെലഡികളെല്ലാം നമ്മളുടെ സിനിമയിൽ നിന്ന് പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ പഴയ രീതിയിലുള്ള പാട്ടുകൾ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. ഞാൻ ചെയ്തത് നിങ്ങൾ ആണ് തീരുമാനിക്കുമ്പോൾ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും പഴയ രീതിയിലുള്ള സംഗീതത്തിലേക്ക് തന്നെയാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോൾ ഇതിനകത്ത് 2 പാട്ടുകൾ ദർബാർ കാനഡ എന്നുള്ള രാഗത്തിലും ഒരെണ്ണം മിയാക്കി മൽഹാർ എന്ന രാഗത്തിലുമാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു നാടൻ പാട്ട് ചെയ്തേക്കുന്നത് രാഗം ബേസ് ചെയ്തിട്ടൊന്നുമല്ല, ഒരു അടിപൊളി പാട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഇവിടെ നിന്ന് അധികം സംസാരിക്കാനുള്ള സമയമില്ലാത്തതിൻ്റെ ഒരു പെട്ടെന്ന് പറഞ്ഞു തീർക്കുക. കാരണം ഇത്രയും നല്ലൊരു വേദി, ഇത്രയും നല്ലൊരു സദസ്സ്, പിന്നെ ഏറ്റവും വലിയ ഗായികയുടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ കണ്ടത്. ഇതിൻ്റെ എല്ലാം ഇടയിൽ വെച്ച് ഇങ്ങനൊരു പരിപാടി നടത്താൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എത്രയും ബഹുമാനപ്പെട്ട ചിത്രാജി, ഇന്നിവിടെ ഈ ഒരു വേദിയിൽ മാഡത്തിനോടൊപ്പം
പങ്കെടുക്കാൻ സാധിച്ച വലിയൊരു സൗഭാഗ്യമായിട്ട് കരുതുന്നു. ഞാൻ തിരുവല്ലയിൽ നിന്ന് 4 മണിക്ക് തിരിച്ചിട്ട് ഇവിടെ 8 മണിക്ക് എത്തിച്ചേർന്നത്. ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും എല്ലാം കഴിഞ്ഞാണ് പൊടി തട്ടി പോയി കാണുമെന്ന് വിചാരിച്ചു. പക്ഷെ ഭാഗ്യവശാൽ ഇവിടെ എല്ലാം തുടങ്ങുന്നതുകൊണ്ട് അവിടെ റൈറ്റ് ടൈമിൽ എത്താൻ സാധിച്ചു. ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കുന്നത്. എൻ്റെ സാഹിത്യ സംഗീത യാത്രയിൽ ഇങ്ങനെയുള്ള അസുലഭ മുഹൂർത്തങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അതിന് ഞാൻ മുരളിയോട് കടപ്പെട്ടിരിക്കുകയാണ്. ഇതിലൊരു ഭാഗമാകാനായിട്ട് ചെറിയ തോതെങ്കിലും പരോക്ഷമായിട്ട് സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം. ഇനിയും ഒട്ടനവധി സിനിമകളിൽ, ഒട്ടനവധി രംഗങ്ങളിൽ ഇതുപോലെ ഒരു സദസ്സ്, ഒരു വലിയ കരഘോഷങ്ങൾ മുഴങ്ങുന്ന രീതിയിൽ എത്തിച്ചേരുമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൂടാതെ സൈഗാൾ എന്ന ഒരു മഹാപ്രതിഭയെ സിനിമാ ലോകത്തിന് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് സിനിമയുടെ കൂടി പുണ്യമാണ്, സൈഗാളിൻ്റെ മാത്രമല്ല. അതിന് അവസരം നൽകിയ മുരളിക്ക്, നീലാംബരിക്ക് പ്രത്യേകിച്ച് ഒരു നന്ദി പറയുകയാണ്. ഈ ഒരു വടുവിൻ്റെ സിനിമയുടെ പ്രവർത്തകർക്ക്, ഇതിൻ്റെ ഡയറക്ടർ ശ്രീജിത്ത് പൊയിൽക്കാവ്, അദ്ദേഹത്തിന് എല്ലാവർക്കും ഈ ഒരു ധന്യമുഹൂർത്തത്തിൽ എൻ്റെ മംഗളാശംസകൾ നേരുന്നു. വടു ഒരു വൻ വിജയമായിട്ട് തീരട്ടെ. ഈ കണ്ടിടത്തോളം ചെറിയ മണത്തിരികൾ കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷം. അപ്പോൾ ആ മഹാ സിനിമ എന്തായാലും തീർച്ചയായിട്ടും നന്നാവും. എല്ലാവരും കാണുക. എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും. നന്ദി. പറയാച്ചാൽ ചിത്ര ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നതാണ്. അതൊരു സത്യമാണ് കേട്ടോ. പിന്നത്തെ കാര്യം, ഈ സിനിമയുടെ എന്താ പറയുക, മനോജ് സാറായാലും മുരളി സാറായാലും എനിക്ക് ഇതിലൊരു വേഷമുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ എക്സൈറ്റഡ് ആയിട്ട് സന്തോഷത്തോടു കൂടി ചെയ്യാനായിട്ട് ഞാൻ ചെന്ന സമയത്താണ് എൻ്റെ അമ്മയുടെ അനിയത്തി പെട്ടെന്ന് മരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മയാണ് എനിക്ക് സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇപ്പോൾ ഒരു നല്ല ടീമിനോടൊപ്പം നല്ലൊരു ഭാഗമാവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിഷമിക്കും. എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ, ഭാവങ്ങൾ, എല്ലാ നന്മകളും നേരുന്നു. കാരണം അത്ര സൂപ്പർ ടീമാണ്, അത്ര സൂപ്പർ ഒരു ഫാമിലി പോലെ വർക്ക് ചെയ്യാമായിരുന്നു. അത് സാറില്ല, ഇനി സമയമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ. വടു എന്ന സിനിമയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഡയറക്ടർ ശ്രീജിത്ത് പൊയിൽക്കാവിൽ, പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള മനോജ് ഗോവിന്ദൻ, മുരളി, നീലാംബരി, കോ പ്രൊഡ്യൂസേഴ്സ്, അഭിനയിച്ചവർ. ഈ ഒരു തിയേറ്റർ ആരംഭിച്ചിട്ട് 1 വർഷമായിട്ടില്ല. 12ലധികം സിനിമകളുടെ പ്രൊമോഷൻസും കാര്യങ്ങളുമൊക്കെ നടന്നു കഴിഞ്ഞു. ഇനിയും അടുത്ത മാസവും ഇത്തരം പ്രോഗ്രാമുകളുണ്ട്. ദൈവത്തിന് നന്ദി പറയുകയാണ്. നമുക്കറിയാം, വേദിയിൽ ചിത്രചേച്ചിയുണ്ട്. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് ഗാനങ്ങൾ. ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് നന്ദനം എന്ന സിനിമയിലെ കൃഷ്ണ എന്ന് വിളിക്കുന്ന ആ ഗാനം. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ. അങ്ങനെ വിളിച്ചാൽ എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് തോന്നുന്നു. ഏത് ദൈവമാണെങ്കിലും ഇറങ്ങി വരും. അത്ര മനോഹരമായൊരു ഗാനം മലയാളിക്ക്. ഒരുപാട് ഗാനങ്ങളുണ്ട്, പക്ഷേ ഇപ്പോഴും ഏതു മലയാളിയും ചുണ്ടിലിടയ്ക്ക് മൂളിപ്പോകുന്ന ഒരു ഗാനമാണ്. ഈ ഒരു ചവറ കൾച്ചർ സെൻ്ററിൻ്റെ ഈ തിയേറ്റർ ഈ അതുല്യ ഗായികയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓരോ ആഴ്ചയും എൻ്റെ കണ്ണുകൾക്ക് അത്ഭുതങ്ങളാണ്. കാരണം 2 ആഴ്ച മുമ്പ് മോഹൻലാൽ സാർ ഇവിടെ വന്നിരുന്ന സാറിൻ്റെ സിനിമ കണ്ടു. ഓരോ ആർട്ടിസ്റ്റും ഇങ്ങോട്ട് തന്നെ വരികയാണ്. അവർ വരികയും കേരളത്തിലെ എല്ലാ സിനിമാ പ്രവർത്തകരും നാടക പ്രവർത്തകരുമൊക്കെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുകയാണ്. എല്ലാവരെയും സ്നേഹത്തോടെ ചവറ കൾച്ചർ സെൻ്ററിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. വടു എന്ന സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രൊഡ്യൂസേഴ്സ്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സാങ്കേതിക വിദഗ്ധരും, പ്രത്യേകിച്ച് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന വ്യക്തിത്വം, അതുപോലെ തന്നെ ഡയറക്ടർ, എല്ലാവരെയും കുറേ നാളുകൾക്ക് ശേഷം മെലഡി കേൾക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, സ്നേഹം.